നമസ്കാരം സർ. നമസ്കാരം. ഇപ്പൊ LDF പതിവ് പോലെ കേന്ദ്ര വിരുദ്ധ സമരവുമായിട്ട് ഇറങ്ങിയിട്ടുണ്ട്. ഇത് സാധാരണ ഒരു പതിവ് പോലെ എന്ന് പറഞ്ഞ ചടങ്ങ് പോലെ എല്ലാ വർഷവും നടത്തുന്നതാണ്. അപ്പൊ ഇതില് സാധാരണ ഇത് ചർച്ചയാകാതെ പോകും. എന്നാൽ ഇത്തവണ അത് ചർച്ചയാകേണ്ട ഒരു കാര്യം വന്നു. ശ്രീ KM മാണിയുടെ പുത്രൻ ജോസ് കെ മാണി ഇതിൽ നിന്ന് എന്തോ ബുദ്ധിപരമായ നീക്കം എന്നതുപോലെ വിട്ടു നിൽക്കുന്നത് രാഷ്ട്രീയ ഉപശാലകളിലെ വലിയ ചർച്ചയ്ക്ക് കാരണമായിട്ടുണ്ട്. എന്താണ് സാർ? അല്ല, ഇത് മാത്രമല്ല, ഇതിൽ മാത്രമല്ല, കഴിഞ്ഞ രണ്ട് LDF ഏകോപന സമിതി യോഗങ്ങളിലും മാണിയുടെ മകൻ ജോസ് കെ മാണി ഉണ്ടായിരുന്നില്ല. ഒരു യോഗത്തിൽ പ്രതിനിധിയെ വിട്ടു എന്നാണ് ഞാൻ കേട്ടത്. ശരിയാണ്. എന്ന് പറഞ്ഞാൽ ജോസ് കെ മാണി ഉണ്ടായില്ല. മാത്രമല്ല, LDF 3 ജാഥകൾ പ്രഖ്യാപിച്ചിരുന്നു. ദക്ഷിണ, മധ്യ, ഉത്തര മേഖലകൾ. അതിൽ ദക്ഷിണ മേഖലയുടെ ജാഥ ക്യാപ്റ്റനായി നിശ്ചയിച്ച ജോസ് കെ മാണിയാണ്. അങ്ങനെയാണെന്ന് പ്രഖ്യാപിച്ചത്. അതെ. അപ്പൊ ആ ക്യാപ്റ്റനാണ് കാണാതായത്. ക്യാപ്റ്റനെ കാണാനില്ല. ക്യാപ്റ്റൻ LDF ഉണ്ടോ എന്നുള്ള കാര്യം ഇപ്പോഴും ഉറപ്പില്ല. കുറെ കാലമായി ഉപശാലകളിലുള്ള വാർത്തയാണ് കേരള കോൺഗ്രസ് UDF-ലേക്ക് വരും എന്ന്. മാണി കേരള കോൺഗ്രസ്. അതിലൊരു വലിയ അത്ഭുതമൊന്നുമില്ല. കാരണം നമ്മുടെ നാട്ടിൽ കേരള കോൺഗ്രസുകൾ അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ പോൽ എല്ലാ ഇലക്ഷനും പതിവുള്ള ഒരു സംഗതിയാണ്. കേരള കോൺഗ്രസുകൾ വളരുകയും പിളരുകയും വളരുകയും ചെയ്യുന്ന ഒരു പാർട്ടിയാണല്ലോ. അപ്പൊ അതുകൊണ്ട് കേരള കോൺഗ്രസിലെ പിളർപ്പോ യോജിപ്പോ ഒന്നും അത്ര വലിയ വാർത്തയല്ല അത് ശരിക്കും. ഇപ്പോൾ ജോസ് കെ മാണി സംബന്ധിച്ചിടത്തോളം കഴിഞ്ഞ കുറെ കാലങ്ങളായി നഷ്ടങ്ങളുടെ കഥ മാത്രം. കാരണം അദ്ദേഹത്തിന് രാജ്യസഭാ സീറ്റ് കൊടുത്ത ആദ്യം UDF ആണ്. അത് കഴിഞ്ഞ് അദ്ദേഹത്തിന് ലോക്സഭ മത്സരിച്ച് ജയിച്ചു. എല്ലാം കഴിഞ്ഞു. ഇപ്പോ ഒരു ഗതിയില്ലാണ്ടാണ് രാജ്യസഭാ സീറ്റ് കേരള കോൺഗ്രസ് LDF കൊടുത്തത്. എന്ന് പറഞ്ഞാൽ അദ്ദേഹം കേരള രാഷ്ട്രീയത്തിൽ ഇല്ല. സത്യമാണ്. അതാണ്. ആകെ ഉള്ളത് ഒരു മന്ത്രിസ്ഥാനമാണ്. അത് റോഷി അഗസ്റ്റിനാണ്. അത് ഇങ്ങനെയുമായിട്ട് നല്ല ടേംസിലും അല്ല. അത് കേരള കോൺഗ്രസിന്റെ ഒരു രീതിയാണ്. ഇപ്പൊ മാണി PJ ജോസഫിനെ അധികാരം ഏൽപ്പിച്ച് മാണിക്ക് രാജിവെക്കേണ്ടി വന്നപ്പോൾ മറ്റൊരു വഴിയിൽ അയാൾ തിരിച്ചു വന്നു കഴിഞ്ഞപ്പോൾ PJ ജോസഫായി കേരള കോൺഗ്രസ്, മാണി പുറത്തായി. അതേ അവസ്ഥയാണ് ഇപ്പോൾ ഉള്ളത്. KM മാണി എന്റെ മകൻ ജോസ് കെ മാണി ആവുമ്പോൾ അത് റോഷി അഗസ്റ്റിന് കൊടുത്തു. തിരിച്ചു വരുമ്പോൾ റോഷി അഗസ്റ്റിന് അതിന് ഇയാൾ ജയിച്ചു വന്നാലും കൊടുക്കില്ല. ഇപ്പൊ അടുത്ത LDF മന്ത്രിസഭയിൽ ജയിച്ചു വന്നാൽ പോലും റോഷി അഗസ്റ്റിനായിരിക്കും മന്ത്രിയുടെ പ്രിഫറൻസ് വരിക. ഒന്ന്. രണ്ട്, പാല എന്ന് പറയുന്ന KM മാണിയുടെ പാല എന്നാണല്ലോ പറയുന്നത്. ആ പാലയുടെ നഗരസഭ പോലും ഇത്തവണ നഷ്ടപ്പെട്ടു. പാല നഗരസഭ നഷ്ടപ്പെടുക എന്ന് പറഞ്ഞാൽ അത് KM മാണിയുടെ ആത്മാവ് ഇവരുടെ കൂടെ ഇല്ല എന്ന് പറയുന്ന പോലെയാണ്. കാരണം പാല എന്ന് പറഞ്ഞാൽ മാണി ആയിരുന്നു എല്ലാത്തിലും. എന്നും അങ്ങനെയായിരുന്നു. വലിയ തോതിൽ മറ്റൊരു എതിർപക്ഷം ജയിക്കുമ്പോഴും പാലയിൽ കേരള കോൺഗ്രസ് എന്തൊക്കെ സംഭവിച്ചാലും അതൊരു ഒരു കോട്ടയായിരുന്നു. ഇത്തവണ അത് പോയി എന്ന് മാത്രമല്ല, LDF-ന്റെ പിന്തുണയോടെ സ്വതന്ത്ര അവിടെ UDF-ന്റെ പിന്തുണയോടെ സ്വതന്ത്ര വന്നു. LDF-ന് തീർച്ചയായിട്ടും ഞാൻ ആ വിഷയത്തിലേക്കല്ല. അപ്പൊ ജോസ് കെ മാണിക്ക് ഇനി എന്താണ് ഭാവി എന്ന വലിയ ചോദ്യമുണ്ട്. ഇപ്പോഴത്തെ രാജ്യസഭാ പ്രസ്ഥാനം കഴിയുന്നവർ അവിടെ ഇരുന്ന് അതിന്റെ പെൻഷൻ വാങ്ങി വീട്ടിൽ പോയിരിക്കലാണോ, അതോ എന്തെങ്കിലും രാഷ്ട്രീയത്തിലും ചെയ്യാൻ കഴിയും? LDF-ന്റെ കൂടെ നിന്നാൽ അങ്ങേർക്ക് വേണമെങ്കിൽ കൂടി വന്നു കഴിഞ്ഞാൽ പാലാ സീറ്റ് കൊടുക്കും. പാലാ സീറ്റ് ജയിക്കില്ല. മണി സി കാപ്പൻ പാലാ സീറ്റ് ഇയാൾ ജയിക്കാതിരിക്കാനുള്ള എല്ലാ സാധ്യതയുണ്ട്. LDF വേറെ സീറ്റ് കൊടുത്താൽ ഇയാൾ ജയിക്കുമെന്നുള്ള യാതൊരു ഉറപ്പുമില്ല. ഇപ്പൊ ജോസ് കെ മാണിയെ സംബന്ധിച്ചിടത്തോളം ഭാവി ഇരുളടഞ്ഞതാണ് സത്യത്തിൽ LDF-ൽ. അപ്പൊ ഇനി സാധ്യതയുള്ളത് UDF-ലേക്കാണ്. പക്ഷെ അവര് വിളിച്ചിട്ട് പോരുന്നില്ല എന്ന് അദ്ദേഹം നേരത്തെ വ്യക്തമല്ല. അവിടെ ഇതൊക്കെ വ്യക്തമാക്കലൊക്കെ പല കാരണമല്ലേ. ഇപ്പൊ നാളെ അദ്ദേഹം പറയാൻ പോണ ഡൽഹിയിൽ വെച്ച് തന്നെ സോണിയാഗാന്ധി വിളിച്ചു. സോണിയാഗാന്ധിയെ ഞാൻ നേരിട്ട് കാണും. സോണിയാഗാന്ധി കണ്ടപ്പോൾ നിങ്ങൾ ഒന്നിച്ച് നിൽക്കണം, നിങ്ങളുടെ അച്ഛനും ഞാനുമായിട്ട് എന്ത് പരിചയം ഉണ്ടായിരുന്നു ഒക്കെ പറയാം. ഇപ്പൊ അതൊക്കെ ഉണ്ടാവും. ആ രീതിയിലുള്ള രാഷ്ട്രീയത്തിൽ ഇതൊക്കെ വരാലോ. ഇവിടെ വന്നിട്ട് വളരെ വൈകാരികമായി ഞാൻ എൻ്റെ പിതാവിനെ ഓർമ്മിപ്പിച്ചപ്പോൾ എനിക്ക് പിന്നെ തള്ളിക്കളയാൻ കഴിഞ്ഞില്ല. ഞാൻ അല്ലെങ്കിൽ എൻ്റെ രക്തം ഇവിടെ തന്നെയാണ്, ഞാനിന്ന് UDF അല്ലേ. മാത്രമല്ല, ഞാൻ കണ്ട ഒരു കാര്യം, ഈ സഭാ നേതാക്കന്മാർ ഇടപെടും എന്നാണ് ഒരു കാര്യം പറഞ്ഞു കേട്ടെ. യഥാർത്ഥത്തിൽ സഭാ നേതാക്കന്മാർ ഇടപെടുന്നതല്ല. സഭയിലെ കുഞ്ഞാടുകൾ കൃത്യമായി കഴിഞ്ഞ പഞ്ചായത്ത് തെരഞ്ഞെടുപ്പിൽ തീരുമാനമെടുത്തു. അതുകൊണ്ടാണ് കോട്ടയം ഇടുക്കിയും ഒക്കെ പറ്റേ പോയത്. അല്ലെങ്കിൽ ജോസ് കെ മാണിക്കാണ് വോട്ടുണ്ടായിരുന്നെങ്കിൽ കോട്ടയം ഇടുക്കി അങ്ങനെ പോവില്ല. കോട്ടയം ഇടുക്കി തൂത്തുവായിരിക്കണം UDF. അതിനർത്ഥം അവിടെയുള്ള സാധാരണ ഇവിടുത്തെ കൂടുതലുള്ള ആളുകൾ ക്രിസ്ത്യൻ വിഭാഗത്തിൽപ്പെട്ട ആളുകളാണ്. പ്രത്യേകിച്ച് സിറിയൻ ക്രിസ്ത്യൻ മേഖലകൾ. സിറിയൻ ക്രിസ്ത്യൻ മേഖലയാണല്ലോ മാണിയുടെ തട്ടകം. പക്ഷേ ആ മേഖലകളിൽ
ആളുകൾ ഒരു സഭ പറഞ്ഞാലും പറഞ്ഞില്ലെങ്കിലും അവർ UDF വോട്ട് ചെയ്തു. അത് അവരുടെ ഒരു സംസ്കാരമാണ്. സംസ്കാരം മാത്രമല്ല, അല്ല അവരും മറിച്ചു വോട്ട് ചെയ്തിട്ടുണ്ടല്ലോ. ഇപ്പൊ കഴിഞ്ഞ 2021 നിയമസഭാ തെരഞ്ഞെടുപ്പിൽ അവർ തിരിച്ചു വോട്ട് ചെയ്തു. ഇപ്പൊ പത്തനംതിട്ട ഒരു സീറ്റ് പോലും കിട്ടിയില്ല. കോട്ടയത്ത് മിക്കവാറും എല്ലാ സീറ്റും പോയി, കുറച്ച് സീറ്റല്ലേ കിട്ടിയുള്ളൂ. അപ്പോ ഇത്തവണ അങ്ങനെയല്ല. ഇത്തവണ വളരെ കൃത്യമായി അതിന് അവർക്ക് കാരണങ്ങളുണ്ടാവും. കാരണങ്ങളെന്ന് വെച്ചാൽ UDF അധികാരത്തിൽ വരണമെന്നുണ്ടാവും, BJPയുടെ പ്രശ്നം ഉണ്ടാവും, റബ്ബർ വില ഉണ്ടാവും, BJPയും മറ്റേ പിണറായി വിജയനും തമ്മിലുള്ള അന്തർധാരയെ കുറിച്ചുള്ള പ്രശ്നങ്ങൾ ഉണ്ടാവും, മറ്റേ വടക്കേ ഇന്ത്യയിൽ പള്ളികൾ ആക്രമിക്കുന്നത്, കന്യാസ്ത്രീകളെ അറസ്റ്റ് ചെയ്യുന്നൊക്കെ ഉണ്ടാവും. പല ഘടകം ഉണ്ടാവും. ഞാൻ ഒരു ഘടകമല്ല പറയുന്നത്. പൊതുവെ അവരുടെ ചായ്വ് ഇത്തവണ UDFനോടാണ് എന്ന് ഏതാണ്ട് തെളിഞ്ഞിരിക്കുന്നു. ഈ ഘട്ടത്തിൽ അവിടെയാണ് ഈ ബിഷപ്പുമാരൊക്കെ പലപ്പോഴും കളിക്കുന്നത്. ഞാൻ എപ്പോഴും തോന്നിയിട്ടുള്ളത് ജനങ്ങൾ എങ്ങടാ അവരുടെ കൂടെ വന്നിട്ട് അതിന് പിന്തുണ കൊടുക്കുക എന്നുള്ളതാണ്. അപ്പൊ പിന്നെ ഞങ്ങൾ പറഞ്ഞു ജയിച്ചു. അതേ ആ ഒരു ടെക്നിക്ക് ഈ സമുദായ സംഘടനകളൊക്കെ NSS അത് തന്നെയാണ്. NSS പറഞ്ഞാൽ കേരളത്തിലെ 11% വരുന്ന നായന്മാരിൽ എത്ര പേര് വോട്ട് ചെയ്യുന്നുണ്ട് എനിക്കറിയില്ല. അതുകൊണ്ടുള്ള സമദൂരം പറഞ്ഞ് ബുദ്ധിപരമായിട്ട് ജയിച്ചവരുടെ കൂടെ. അപ്പൊ ഇവിടെയും ഇപ്പൊ സഭയ്ക്ക് ഇവരുടെ കൂടെ നിൽക്കുകയാണ് നല്ലതെന്ന് തോന്നി. അപ്പൊ സഭയ്ക്ക് ഏറ്റവും നിയന്ത്രണമുള്ള നേതാക്കളിൽ ഒരാൾ ജോസ് കെ മാണിയാണ്. ഇപ്പൊ പാലാ ബിഷപ്പോ കാഞ്ഞിരപ്പള്ളി ബിഷപ്പോ ചങ്ങനാശ്ശേരി ബിഷപ്പോ പറഞ്ഞാൽ വേണ്ടാന്ന് പറയാൻ ജോസ് കെ മാണിക്ക് പറ്റില്ല. അപ്പൊ അവരുടെ ആശീർവാദവും കൂടി ഉണ്ടെങ്കിൽ UDFിലേക്ക് വരാം. അപ്പൊ UDFന്റെ അടിത്തറ വികസിച്ചു എന്ന് പറയുന്ന UDFന്റെ അവകാശവാദവും ശരിയായി. ഇവര് വാതിൽ തുറന്നിട്ട് കാത്തിരിക്കുകയാണ്. അല്ല ഇവര് ഉണ്ട്. പക്ഷെ വാതിൽ തുറന്നിട്ടുണ്ടെങ്കിൽ ഒരു വാതിൽ അടഞ്ഞിട്ടുണ്ട്, PJ ജോസഫിന്റെ വാതിൽ. PJ ജോസഫ് അതിശക്തമായിട്ട് എതിർക്കുക. PJ ജോസഫ് എതിർക്കുന്നതിന് കാരണമുണ്ട്. കാരണം കേരള കോൺഗ്രസ് ഏതാണ് എന്ന ചോദ്യത്തിന് എന്റെ കേരള കോൺഗ്രസ് ആണെന്ന് സ്ഥാപിക്കാൻ PJ ജോസഫിന് കിട്ടാൻ പോണ ഒരു അവസരമായത്. കാരണം മാണി LDFൽ നിൽക്കുകയും ഈ തെരഞ്ഞെടുപ്പിൽ മാണിക്ക് ഒരു സീറ്റോ അര സീറ്റോ ഒക്കെ മാത്രമേ കിട്ടിയുള്ളൂ നോക്കിയാൽ PJ ജോസഫ് ജയിക്കുകയും ചെയ്താൽ ഒരു സംശയവും വേണ്ട, PJ ജോസഫിന്റെയാണ് കേരള കോൺഗ്രസ്. പക്ഷെ ആമോഹം നടക്കുമോ? അല്ല, ആമോഹം നടക്കുമെന്നുള്ള രണ്ടാമത്തെ കാര്യം. അതാണ് PJ ജോസഫിന്റെ. പക്ഷേ ഈ PJ ജോസഫിന്റെ സമ്മർദ്ദത്തെ അതിജീവിക്കാൻ UDFന് കഴിയില്ലെന്ന് ഞാൻ ചോദിക്കും. തീർച്ചയായിട്ടും അത് വരും. ഞാൻ പറയുന്നത് കോൺഗ്രസ് ഹൈക്കമാൻഡ് പറഞ്ഞു എടുക്കണമെന്ന് പറഞ്ഞു, ഹൈക്കമാൻഡ് വഴി ചർച്ച നടത്തി, അങ്ങനെ വന്നു എന്നത് ഹൈക്കമാൻഡ് എന്നുള്ളത് ഇവർക്കുള്ളൊരു വഴിയാ. ആർക്ക്? കോൺഗ്രസിനും കേറ്റാൻ. ഇപ്പൊ ജോസ് കെ മാണി വന്നാൽ സ്വാഭാവികമായും ജോസ് കെ മാണിയുടെ ഇടം എന്ന് പറയുന്നത് UDF ആണ്. ചരിത്രപരമായി കേരള കോൺഗ്രസുകളുടെ ഇടം ഏറ്റവും കൂടുതൽ നേട്ടം അവരുണ്ടാക്കിയിട്ടുള്ളത് അവിടെ ഇരുന്നുകൊണ്ടാണ്. അപ്പൊ തീർച്ചയായിട്ടും മാത്രമല്ല LDF ജയിച്ചാൽ ജോസ് കെ മാണി മന്ത്രിയാവില്ല. അത് സാധ്യത കാര്യമാണ്. നേരെ വെച്ച് UDF ജയിച്ചാൽ ചിലപ്പോൾ ഒരു മന്ത്രിസ്ഥാനം കിട്ടിയേക്കാം. ഉറപ്പാണ്. അപ്പൊ പക്ഷെ പ്രശ്നങ്ങൾ അവിടെ കൊണ്ട് അവസാനിക്കുന്നില്ല. പ്രശ്നങ്ങൾ അവസാനിക്കുന്ന സീറ്റിന്റെ കാര്യത്തിൽ വരും തർക്കം. ഏത് സീറ്റ് കൊടുക്കും? ഇപ്പൊ ഉദാഹരണം, പാലാ സീറ്റ് എന്തായാലും കൊടുക്കാൻ പറ്റില്ലല്ലോ. പാലാ സീറ്റ് എന്തായാലും ജോസ് കെ മാണിക്ക് കൊടുക്കാൻ ഇവരെ കൊണ്ട് പറ്റില്ല. കാരണം മാണി സി കാപ്പൻ അപ്പൊ ചിലപ്പോൾ LDFൽ പോകും. പറയാൻ പറ്റില്ല. ഇതൊക്കെ എന്ത് മാണി കാപ്പൻ LDF മത്സരം ജയിച്ചതാണല്ലോ. അത് കഴിഞ്ഞ് UDFൽ ഒന്ന് ജയിച്ചാണല്ലോ. ഇത് അങ്ങോട്ടും മാറും. അപ്പൊ മാണി സി കാപ്പൻ നിൽക്കുന്നിടത്ത് പാല നിൽക്കുമെന്ന് വന്നാൽ അത് UDFന് ഒരിക്കലും മാണി സി കാപ്പനെ വിട്ടിട്ട് UDFന് നിൽക്കാൻ പറ്റില്ല. പിന്നെ സീറ്റുകളുടെ പ്രശ്നമാണ്. അപ്പൊ ഒരു ട്രയാങ്കിൾ ഉണ്ട്. മാണി സി കാപ്പൻ, ജോസഫ്, ജോസ് കെ മാണി. അപ്പോ ഇത് പാലയിലൊരു പ്രശ്നമാണ്. മാണി സി കാപ്പനെ സംബന്ധിച്ചിടത്തോളം പാല സീറ്റ് ഒഴിച്ച് ബാക്കിയൊന്നും അയാൾക്ക് വിഷയമല്ല. അദ്ദേഹത്തിന് കേരളവും ഇന്ത്യയൊക്കെ പാല സീറ്റാണ്. അതുകൊണ്ട് കുഴപ്പമില്ല. അതുകൊണ്ട് ജോസ് കെ മാണിക്ക് പാല കൊടുക്കാമെന്ന് പറഞ്ഞ് വിളിക്കാൻ വലിയ പാടാണ്. മാത്രമല്ല പാലയിൽ ഇപ്പൊ UDF സ്ഥാനാർത്ഥിയായിട്ടുള്ളതെന്ന് ജോസ് കെ മാണി സി കാപ്പൻ LDF ആയാൽ മാണി തോൽക്കുകയും ചെയ്യും. അപ്പൊ യഥാർത്ഥത്തിൽ ഇങ്ങനെയൊക്കെ ആണെങ്കിലും സാറ് നേരത്തെ പറഞ്ഞത് വെച്ചുകൊണ്ടാണെങ്കിൽ ഒരു രാഷ്ട്രീയ എടുത്തുചാട്ടം നടക്കാനുള്ള സാധ്യത തന്നെയല്ലേ കാണുന്നത്? തീർച്ചയായിട്ടും. ഇന്നത്തെ ഒരു സാഹചര്യത്തിൽ ഇതുവരെ കിട്ടുന്ന സിഗ്നൽ അനുസരിച്ച് ജോസ് കെ മാണിക്ക് UDFിലേക്ക് വരികയല്ലാതെ നിവർത്തിയില്ല. അത് UDFനും ഗുണമാണ്, തൽക്കാലം ജോസിനും ഗുണമാണ്.